Dear students, welcome back to the study of solids. In the previous classes, we have studied the general characteristics of solids, amorphous and crystalline solids, different types of crystalline solids, crystal lattice and unit cell, 7 crystal systems, 14 Bravais lattices, and we have calculated the effective number of particles in different cubic unit cells. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഖരവസ്തുക്കളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചും അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡുകളെക്കുറിച്ചും വിവിധ ഇനം ക്രിസ്റ്റലൈൻ സോളിഡുകളെക്കുറിച്ചും ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ എന്നിവയെപ്പറ്റിയും 7 തരം ക്രിസ്റ്റൽ സിസ്റ്റംസിനെക്കുറിച്ചും 14 തരം ബ്രവൈസ് ലാറ്റിസസിനെക്കുറിച്ചും വിവിധ തരം ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിളുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധവും നാം പഠിച്ചു. യു ക്യാൻ യൂസ് ദ ലിങ്ക് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഫോർ സ്റ്റഡിയിങ് ദ പ്രീവിയസ് ലെസൺസ്. കഴിഞ്ഞ ക്ലാസ്സുകൾ വീണ്ടും കേൾക്കുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽസ്. ഇന്ന് ക്രിസ്റ്റലുകളിലെ ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ് നാം പഠിക്കാൻ പോകുന്നത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്സ് leaving the minimum vacant space is called close packing. Here the constituent particles are considered as spheres of equal size. ഖരവസ്തുക്കളിലെ ഘടക പദാർത്ഥങ്ങൾക്കിടയിൽ വളരെ കുറച്ച് ശൂന്യസ്ഥലം വരത്തക്ക വിധം അവയെ ക്രമീകരിച്ചിരിക്കുന്ന രീതിയെ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഘടക പദാർത്ഥങ്ങളെ ഒരേ വലിപ്പമുള്ള ഗോളങ്ങളായി പരിഗണിച്ചിരിക്കുന്നു. There are 2 basic terms that we have to study before discussing the close packed structures. One of them is coordination number. The number of nearest neighbors of a particle in a close packed structure is called its coordination number. Close packing പഠിക്കുന്നതിന് മുന്നോടിയായി 2 അടിസ്ഥാന ആശയങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കോഓർഡിനേഷൻ നമ്പർ. ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ വരുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ സമീപത്തായി ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിളുകളുടെ എണ്ണത്തെയാണ് അതിൻ്റെ കോഓർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് വോയിഡ് ഓർ ഇൻ്റർസ്റ്റീസ്. The vacant space in a close packed structure is called void. ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിലെ പാർട്ടിക്കിളുകൾക്കിടയിൽ വരുന്ന ശൂന്യസ്ഥലത്തെ വോയിഡ് അഥവാ ഇൻ്റർസ്റ്റീസ് എന്ന് വിളിക്കുന്നു. The actual structure of a crystal is 3-dimensional. In order to understand the 3-dimensional structure, we have to study 1-dimensional and 2-dimensional arrangement of particles. ഒരു ക്രിസ്റ്റലിൻ്റെ യഥാർത്ഥ ഘടന ത്രിമാനതലത്തിലുള്ളതാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ 1-dimensionalaയും 2-dimensionalaയും ഘടക പദാർത്ഥങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ റോ ആൻഡ് ടച്ചിങ് ഈച്ച് അതർ. ഘടക പദാർത്ഥങ്ങളെ ഒരു വരിയായി ക്രമീകരിച്ചിരിക്കുന്നതാണ് 1-dimensional ക്ലോസ് പാക്കിംഗ്. ദ കോഓർഡിനേഷൻ നമ്പർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ 1-dimensional ക്ലോസ് പാക്കിംഗ് ഈസ് 2. ഇറ്റ് ഫോംസ് എഡ്ജ് ഓഫ് എ ക്രിസ്റ്റൽ. 1-dimensional ക്ലോസ് പാക്കിങ്ങിൽ ഒരു ഘടക പദാർത്ഥത്തിൻ്റെ സമീപത്തായി 2 ഘടകപദാർത്ഥങ്ങൾ ചേർന്ന് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഇതിൻ്റെ കോഓർഡിനേഷൻ നമ്പർ 2 ആണ്. ഇത് ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു എഡ്ജിനെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimensions. 2-dimensional ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ് തുടർന്ന് പഠിക്കുന്നത്.
It can be generated by placing different rows of close-packed structures. It can be done in two different ways. Each second row spheres are placed exactly above the first row spheres, or each second row spheres are placed at the depressions of the first row spheres. വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ വിവിധ നിരകളെ ഒന്നിന് സമീപത്തായി മറ്റൊന്ന് ക്രമീകരിച്ച് വയ്ക്കുന്നതാണ് ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇത് രണ്ട് വിധത്തിൽ സാധ്യമാണ്. രണ്ടാമത് വരുന്ന ഓരോ നിരയിലെ ഘടകപദാർത്ഥങ്ങളും ആദ്യത്തേതിന് തൊട്ടു മുകളിലായി വരത്തക്ക വിധം ക്രമീകരിക്കാം. അല്ലെങ്കിൽ ഓരോ രണ്ടാം നിരയിലെ ഘടകപദാർത്ഥങ്ങളും ആദ്യത്തെ നിര ഉണ്ടാക്കിയിരിക്കുന്ന ഡിപ്രഷനുകളിൽ ക്രമീകരിക്കാവുന്നതാണ്. Now we are going to discuss each one of them separately. ഇവ ഓരോന്നായി നമുക്കിനി പഠിക്കാം. The first one is, each second row spheres are present exactly above the first row spheres. This is represented as AAA type of arrangement. In this arrangement, each particle is in contact with the four other particles. So, its coordination number is 4. ഈ ക്രമീകരണത്തിൽ ഓരോ ഘടകപദാർത്ഥവും മറ്റ് 4 ഘടകപദാർത്ഥങ്ങളുമായി ചേർന്ന് വരുന്നു. അതിനാൽ ഇതിൻ്റെ കോഓർഡിനേഷൻ നമ്പർ 4 ആണെന്ന് മനസ്സിലാക്കാം. If we join the centers of the nearest 4 particles, we get a square. So, this type of arrangement is called square close packing. ഈ ക്രമീകരണത്തിൽ ഒരു ഘടകപദാർത്ഥത്തോട് ചേർന്ന് വരുന്ന 4 ഘടകപദാർത്ഥങ്ങളുടെയും കേന്ദ്രഭാഗങ്ങളെ യോജിപ്പിച്ചാൽ നമുക്കൊരു സമചതുരം ലഭിക്കുന്നു, ഒരു സ്ക്വയർ ലഭിക്കുന്നു. അതിനാൽ ഈ അറേഞ്ച്മെൻറ്റിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നു. ഇൻ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇൻ ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, each second row spheres are present at the depressions of the first row spheres. Each second row is different from the first row. So, second row can be represented as B type, and this close packing is termed as ABAB type of arrangement. ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റിൽ ഓരോ രണ്ടാം നിര ഘടകപദാർത്ഥങ്ങളും ആദ്യത്തെ നിരയുണ്ടാക്കുന്ന കുഴിവുകളിൽ, ഡിപ്രഷനുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ രണ്ടാമത്തെ നിരയും ഒന്നാമത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനാൽ ഇതിനെ ABAB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ്, ഈച്ച് particle is in contact with 6 other particles. So, its coordination number is 6. ഈ ക്രമീകരണത്തിൽ ഓരോ ഘടകപദാർത്ഥവും മറ്റ് 6 ഘടകപദാർത്ഥങ്ങളുമായി ചേർന്ന് വരുന്നു. അതിനാൽ ഇതിൻ്റെ കോഓർഡിനേഷൻ നമ്പർ 6 ആണ് എന്ന് മനസ്സിലാക്കാം. If we join the centers of the 6 adjacent particles of a constituent particle, we get a hexagon. So, this type of arrangement is called hexagonal close packing. ഒരു ഘടകപദാർത്ഥത്തോട് ചേർന്ന് വരുന്ന 6 ഘടകപദാർത്ഥങ്ങളുടെയും കേന്ദ്രഭാഗങ്ങളെ യോജിപ്പിച്ചാൽ നമുക്ക് ഒരു ഹെക്സഗൺ ലഭിക്കുന്നു. അതിനാൽ ഈ ക്രമീകരണത്തെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നു. Now, we can compare the two types of two-dimensional close packing. First one is square close packing. In square close packing, each second row spheres are present exactly above the first row spheres. This type of arrangement is called AAA type of arrangement. Its coordination number is 4.
It forms square voids. It is less efficient. ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ രണ്ട് ക്രമീകരണ രീതികളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഒന്നാമത്തേത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇതിൽ ഓരോ രണ്ടാം നിര ഘടകപദാർത്ഥങ്ങളും ആദ്യ നിരയിലെ ഘടകപദാർത്ഥങ്ങളുടെ നേർമുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനെ എ ടൈപ്പ് അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇതിലെ ഒരു ഘടകപദാർത്ഥത്തിൻ്റെ കോഓർഡിനേഷൻ നമ്പർ 4 ആണ്. ഈ ക്രമീകരണത്തിൽ സ്ക്വയർ വോയിഡുകൾ ഉണ്ടാകുന്നതായി മനസ്സിലാക്കാം. ഇവയുടെ എഫിഷ്യൻസി വളരെ കുറവാണ്. സെക്കൻഡ് വൺ ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. In hexagonal close packing, each second row spheres are present at the depressions of the first row spheres. This type of arrangement is represented as AB type of arrangement. Its coordination number is 6. It forms triangular voids. It is more efficient than square close packing. ടു ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ രണ്ടാമത്തെ ക്രമീകരണം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നു. ഇതിൽ ഓരോ രണ്ടാം നിര ഘടകപദാർത്ഥങ്ങളും ആദ്യ നിരയിലെ ഡിപ്രഷനുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനെ എ ബി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് എന്ന് വിളിക്കുന്നു. ഇതിലെ ഒരു ഘടകപദാർത്ഥത്തിൻ്റെ കോഓർഡിനേഷൻ നമ്പർ 6 ആണ്. ഇവ ട്രയാങ്കുലാർ വോയിഡുകളെ ഉണ്ടാക്കുന്നു. ഇവയുടെ എഫിഷ്യൻസി സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനേക്കാൾ കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻസ്. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ അറേഞ്ചിങ് ഡിഫറൻറ്റ് 2 ഡയമെൻഷണൽ ലെയേഴ്സ് one above the other. The base layer may be 2-dimensional square close packing or 2-dimensional hexagonal close packing. Based on this, there are 2 types of 3-dimensional close packing. The one is 3-dimensional close packing from 2-dimensional square close packed layers, and the other is 3-dimensional close packing from 2-dimensional hexagonal close packed layers. We can discuss these one by one. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചാണ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ വിവിധ അടുക്കുകളെ ഒന്നിന് മേൽ ഒന്നായി ക്രമീകരിക്കുമ്പോഴാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ലഭിക്കുന്നത്. ഇവയുടെ അടിസ്ഥാന ലെയർ ഒന്നുകിൽ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് വരാം, അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും വരാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തരത്തിൽ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് വരാം. 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്നുണ്ടാകുന്ന 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങും 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നിന്നുണ്ടാകുന്ന 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങും. ഇവ ഓരോന്നും തുടർന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ square close packed layers. In this type, the base layer is 2-dimensional square close packed layer. Each second layer particles are present exactly above the first layer particles. ഒന്നാമത് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ നിന്നുണ്ടാകുന്ന 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പഠിക്കാം. ഇവയുടെ അടിസ്ഥാന ലെയർ ഒരു 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയർ ആയിരിക്കും. ഓരോ രണ്ടാം നിര ഘടകപദാർത്ഥങ്ങളും ഇവയുടെ നേർമുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഈസ് കാൾഡ് എ ടൈപ്പ് ഓഫ് പാറ്റേൺ. ഇതിനെ എ ടൈപ്പ് പാറ്റേൺ എന്ന് വിളിക്കുന്നു. ദ ലാറ്റിസ് ദസ് ജനറേറ്റഡ് ഈസ് ദ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് and its unit cell is the primitive cubic unit cell. ഇവ ഉണ്ടാക്കുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആയിരിക്കും. ഇവയുടെ യൂണിറ്റ് സെല്ല് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ആയിരിക്കും.
Second one is three-dimensional close packing from two-dimensional hexagonal close packed layers. ടു-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയറിൽ നിന്നുണ്ടാകുന്ന ത്രീ-ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ദ ബേസ് ലെയർ ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് ടു-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇതിൻ്റെ അടിസ്ഥാന ലെയർ ടു-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും. ഈച്ച് സെക്കൻഡ് ലെയർ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ ഡിപ്രഷൻസ് ഓർ ട്രയാങ്കുലർ ഓയിഡ്സ് ഓഫ് ദ ഫസ്റ്റ് ലെയർ പാർട്ടിക്കിൾസ്. ഒന്നാമത്തെ ലെയർ ഘടകപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ട്രയാങ്കുലാർ ഓയിഡുകളിൽ അല്ലെങ്കിൽ കുഴിവുകളിലാണ് രണ്ടാം നിര പാർട്ടിക്കിളുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ലെറ്റ് us discuss triangular oids formed in this arrangement. There are two types of triangular oids. Some of them are pointing upwards and some others are pointing downwards. One interesting fact is that we can place the second layer particles above any one of these types of oids only. രണ്ട് തരം ട്രയാങ്കുലാർ ഓയിഡുകളെ നമുക്കിവിടെ കാണാവുന്നതാണ്. മുകളിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കുലാർ ഓയിഡുകളും താഴേക്ക് പോയിൻ്റ് ചെയ്ത് വരുന്ന ട്രയാങ്കുലാർ ഓയിഡുകളും. രസകരമായ ഒരു കാര്യം, ഇവയിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓയിഡിൻ്റെ പുറത്ത് മാത്രമേ രണ്ടാമത്തെ ലെയർ പാർട്ടിക്കിളുകളെ നമുക്ക് വയ്ക്കാൻ കഴിയുകയുള്ളൂ. When we place the second layer particles, there forms two types of oids. They are tetrahedral oids and octahedral oids. The third layer particles may be at tetrahedral or octahedral oids. Based on this, there are two types of three-dimensional close packing from two-dimensional HCP. രണ്ടാമത്തെ ലെയർ പാർട്ടിക്കിളുകളെ ക്രമീകരിച്ച് കഴിയുമ്പോൾ രണ്ട് തരം ഓയിഡുകൾ അവിടെ ഉണ്ടാകും. ടെട്രാഹെഡ്രൽ ഓയിഡുകളും ഒക്ടാഹെഡ്രൽ ഓയിഡുകളും. മൂന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകളെ ടെട്രാഹെഡ്രൽ ഓയിഡുകളുടെ മുകളിലോ ഒക്ടാഹെഡ്രൽ ഓയിഡുകളുടെ മുകളിലോ ക്രമീകരിക്കാവുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരം ത്രീ-ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ടു-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നിന്ന് ക്രമീകരിക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് ത്രീ-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹിയർ base layer is two-dimensional hexagonal close packing. The second layer particles are present at its depressions. Third layer particles are at its tetrahedraloids. The particles of this layer are exactly aligned with those at the first layer. So this pattern is written as ABAB pattern. This type of arrangement is found in metals like magnesium and zinc. ഒന്നാമത്തേത് ത്രീ-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇതിൻ്റെ അടിസ്ഥാന ലെയർ ടു-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. രണ്ടാമത്തെ ലെയർ പാർട്ടിക്കിളുകൾ ഇവയുടെ ഡിപ്രഷനുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകൾ ഇവയുണ്ടാക്കുന്ന ടെട്രാഹെഡ്രൽ ഓയിഡുകളിലാണ് വരുന്നത്. അതിനാൽ മൂന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകളും ഒന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകളും നേർക്കുനേർ വരുന്നു. ഈ ക്രമീകരണത്തെ ABAB പാറ്റേൺ എന്ന് വിളിക്കാം. മഗ്നീഷ്യം, സിങ്ക് മുതലായ ലോഹങ്ങളിൽ ഇത്തരം ക്രമീകരണം കാണപ്പെടുന്നു. സെക്കൻഡ് വൺ ഈസ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഹിയർ ആൾസോ ബേസ് ലെയർ ഈസ് ടു-ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് and the second layer particles are present at its depressions. The difference is in the position of third layer particles. Here the third layer particles are at its octahedraloids. So the particles of third layer are not aligned with those of either the first or the second layer. This pattern is written as ABC type.
This type of arrangement is found in metals like copper and silver. This structure is similar to face-centered cubic structure. രണ്ടാമത്തെ ക്രമീകരണം ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഇവിടെയും അടിസ്ഥാന ലെയർ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് തന്നെയാണ്. അതുപോലെ രണ്ടാമത്തെ ലെയർ ഘടകപദാർത്ഥങ്ങൾ ഒന്നാമത്തെ ലെയറിൻ്റെ ഡിപ്രഷനുകളിൽ തന്നെയാണ് ക്രമീകരിക്കുന്നത്. മൂന്നാമത്തെ ലെയർ ഘടകപദാർത്ഥങ്ങൾ രണ്ടാമത്തെ ലെയറിലെ ഒക്ടാഹെഡ്രൽ ഓയിഡുകളിലാണ് ക്രമീകരിക്കപ്പെടുന്നത്. അതിനാൽ മൂന്നാമത്തെ ലെയർ ഘടകപദാർത്ഥങ്ങൾ ഒന്നാമത്തെ ലെയറുമായോ രണ്ടാമത്തെ ലെയറുമായോ നേർക്കുനേർ വരുന്നില്ല. ഈ ക്രമീകരണത്തെ ABC പാറ്റേൺ എന്ന് വിളിക്കുന്നു. കോപ്പർ, സിൽവർ മുതലായ ലോഹങ്ങളിൽ ഈ ക്രമീകരണം കാണപ്പെടുന്നു. ഇത് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ക്രിസ്റ്റലുകൾക്ക് സമാനമാണ്. Now we can compare the two types of 3-dimensional close packing from 2-dimensional hexagonal close packed layers. First one is 3-dimensional hexagonal close packing. Here base layer is 2-dimensional hexagonal close packing. The second layer particles are present at its depressions and third layer particles are at its tetrahedraloids. The particles of third layer are exactly aligned with those of the first layer. This pattern is written as ABAB pattern. Example, magnesium and zinc. 2-dimensional hexagonal close packed ലെയേഴ്സിൽ നിന്നുണ്ടാകുന്ന രണ്ട് തരം 3-dimensional ക്ലോസ് പാക്കിങ്ങിന് ഒന്നുകൂടെ നമുക്ക് താരതമ്യം ചെയ്യാം. ഒന്നാമത്തേത് 3-dimensional hexagonal ക്ലോസ് പാക്കിംഗ്. ഇവിടെ ബേസ് ലെയറായി വരുന്നത് 2-dimensional hexagonal ക്ലോസ് പാക്കിംഗ് ആണ്. രണ്ടാമത്തെ ലെയർ ഇവ ഉണ്ടാക്കുന്ന ഡിപ്രഷൻസിൽ കാണപ്പെടുന്നു. മൂന്നാമത്തെ ലെയർ പാർട്ടിക്കിൾസ് ഇവയിലെ ടെട്രാഹെഡ്രലോയിഡുകളിൽ കാണപ്പെടുന്നു. അതിനാൽ മൂന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകൾ ഒന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകൾക്ക് നേരെ വരുന്നു. ഈ ക്രമീകരണത്തെ ABAB പാറ്റേൺ എന്ന് വിളിക്കാം. ഉദാഹരണം, മെഗ്നീഷ്യം, സിങ്ക്. സെക്കൻഡ് വൺ ഈസ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഇറ്റ് ഈസ് സിമിലർ ടു ഫേസ് സെൻറ്റേഡ് ക്യൂബിക്. Here also base layer is 2-dimensional hexagonal close packing. The second layer particles are present at its depressions and third layer particles are at its octahedraloids. The particles of third layer are not aligned with those of either first or second layer. This pattern is written as ABC type. Example, copper and silver. രണ്ടാമത്തെ ക്രമീകരണത്തെ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നു. ഇത് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ക്രിസ്റ്റലിന് സമാനമാണ്. ഇവിടെയും അടിസ്ഥാന ലെയർ എന്ന് പറയുന്നത് 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് തന്നെയാണ്. രണ്ടാമത്തെ ലെയർ പാർട്ടിക്കിളുകളെ ഇവയുടെ ഡിപ്രഷനുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകൾ ഒക്ടാഹെഡ്രലോയിഡുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ മൂന്നാമത്തെ ലെയർ പാർട്ടിക്കിളുകൾ രണ്ടാമത്തേതുമായോ ഒന്നാമത്തേതുമായോ നേർക്ക് വരുന്നില്ല. ഈ ക്രമീകരണത്തെ ABC ടൈപ്പ് അറേഞ്ച്മെൻ്റ് എന്ന് വിളിക്കാം. ഉദാഹരണം, കോപ്പർ, സിൽവർ. ബോത്ത് ദീസ് ടൈപ്സ് ഓഫ് ക്ലോസ് പാക്കിംഗ് ആർ ഹൈലി എഫിഷ്യൻറ്റ്. 74% സ്പേസ് ഇൻ ദ ക്രിസ്റ്റൽ ഈസ് ഫിൽഡ്. ഈ രണ്ട് ക്രമീകരണത്തിലും 74% സ്ഥലവും ഘടകപദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിനാൽ ഇവ എഫിഷ്യൻസി കൂടിയവയാണ്. ഇൻ ബോത്ത് ദീസ് ടൈപ്സ് ഓഫ് ക്ലോസ് പാക്കിംഗ് there are 12 nearest neighbors for a particle, 6 from the same layer, 3 above the layer and 3 below the layer. So in both the types coordination number is 12. രണ്ട് തരം 3-dimensional ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെൻറ്റിലും ഓരോ ഘടകപദാർത്ഥത്തിനും സമീപത്തായി 12 മറ്റ് ഘടകപദാർത്ഥങ്ങൾ കാണപ്പെടുന്നു. 6 അതേ ലെയറിലും 3 മുകളിലും 3 താഴെയും കാണപ്പെടുന്നു. അതിനാൽ അവയുടെ കോർഡിനേഷൻ നമ്പർ 12 ആണ്.
ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ തുടർന്ന് നൽകുന്നു. അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക.